അവനവൻ അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ എന്നേക്കും നിലനിൽക്കൂ. ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. സാഹചര്യം വരുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല, ഏതു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെയാണ് സ്നേഹിക്കേണ്ടത്. രണ്ടു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്നാണ് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങൾ ഏതു രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും അവർ നിങ്ങളോടും പെരുമാറുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സ് നന്നാവും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും ആ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും നന്നാവും. കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരു നാൾ നമ്മെ തേടിയെത്തും, അത്രമേൽ ആഗ്രഹങ്ങളും പരിശ്രമവും ഉണ്ടെങ്കിൽ. ദുർബല മനസ്സോടെ ചിന്തിക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ഏത് കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങളെയും നമുക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നുന്നത്. സമചിന്തയോടുകൂടി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകാം. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോഴാണ് സാഹചര്യങ്ങൾ അവസരങ്ങളായി മാറുന്നത്. നമ്മളെ തന്നെ സ്വയം മെച്ചപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രതികാരം. ജീവിതം എന്നത് നിരാശയാൽ തല കുനിച്ചിരിക്കാനുള്ളതോ എരിഞ്ഞടങ്ങാനുള്ളതോ അല്ല, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറാനുള്ളതാണ്. യഥാർത്ഥ തോൽവി എന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെടുക എന്നതാണ്. നമ്മുടെ പോരായ്മകളെക്കുറിച്ച് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നേടാനായി പ്രയത്നിക്കുക. ജീവിതം എന്നത് ഒരു പരീക്ഷയാണ്. അവിടെ എല്ലാവരുടെയും ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ജീവിതം നോക്കി ഉത്തരമെഴുതാൻ ശ്രമിച്ചാൽ അത് പരാജയത്തിലേക്ക് നയിക്കും. സ്വന്തമായി കണ്ടെത്തുന്ന ഉത്തരങ്ങൾ മാത്രമേ ഉയരത്തിലെത്താൻ സഹായിക്കുകയുള്ളൂ.